എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്ത് പീക്കിങ് ഡോളമേറ്റ് അതിനുശേഷം ഡോളമേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസത്തോളം ആവാറായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് റംബൂട്ടാന് ചെയ്യേണ്ട ഒരു വളത്തിനെ കുറിച്ചാണ് പറയുന്നത്. ലാസ്റ്റ് വളമാണ് അത്. നമ്മൾ ബേസിൽ കൊടുക്കുന്നത്, അതായത് നമ്മൾ സോയിലിൽ മണ്ണിൽ കൊടുക്കുന്ന ലാസ്റ്റ് വളമാണ് അത്. നമ്മൾ പൊട്ടാഷാണ് കൊടുക്കുന്നത്. ഒരു 5-6 വർഷമൊക്കെ പ്രായമായത്, 5 തുടങ്ങി 6 വർഷം വരെയൊക്കെ പ്രായമായ ഒരു ഇത്രയും നല്ലൊരു മരത്തിന്, വലിപ്പമുള്ള മരത്തിന് ഏകദേശം ഒരു 700 ഗ്രാം നമ്മൾ പൊട്ടാഷ് ഇട്ട് കൊടുക്കണം. ആ പൊട്ടാഷ് നമ്മളുടെ തടം നല്ല വിസ്തൃതി ഉണ്ടെങ്കിൽ നമുക്ക് 700 ഗ്രാം ഒരുമിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ 400 ഗ്രാം ഒരു പ്രാവശ്യം കൊടുക്കുക, പിന്നെ ഒരു 300 ഗ്രാം കൊടുക്കുക. അപ്പോൾ നമ്മൾ 400 ഗ്രാമാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു 300 ഗ്രാം കൂടി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ 400 ഗ്രാമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ശരിക്കൊരു മഴയൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും തടം നന്നായി നനയ്ക്കുക. അതിനുശേഷം വേണം നമ്മൾ പൊട്ടാഷ് ഇട്ട് കൊടുക്കാനായി. അതാണ് നമ്മളുടെ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. അതാണ് നമ്മൾ ബേസായിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് ശേഷം നമുക്ക്, ഇതിപ്പോൾ 400 ഗ്രാം എടുത്തിട്ടുണ്ട്, ഇതിന് ശേഷം നമുക്ക് മേളിൽ ചെയ്യുന്ന വളങ്ങളാണുള്ളത്. SOP ഉണ്ട്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അടിക്കണം. പിന്നെ ഈ പ്രാവശ്യം നമ്മളൊരു ഫ്ലവറിങ് ഏജൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. അതിനുശേഷം മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് തടത്തിൽ തൂളി കൊടുക്കാം. നമ്മൾ തടത്തിലിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഗ്ലൗസ് ഇടാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഈ ഒരു മരത്തിന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടില്ല. ഗ്ലൗസ് ഇടുക എല്ലാവരും. അങ്ങനെ ഇതിന് തടത്തിലിങ്ങനെ തൂളി കൊടുക്കുക. ഇപ്പം 400 ഗ്രാമാണ്. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ബാലൻസ് ഇട്ട് കൊടുക്കുന്നത്. മാംഗോസ്റ്റിനും കുറച്ച് പൊട്ടാഷ്, ഒരു 400 ഗ്രാം പൊട്ടാഷ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നനച്ചു കൊടുക്കുക. ഈ ഡ്രിപ്പായാലും എങ്ങനെയായാലും പ്രശ്നമില്ല. നല്ല നന്നായിട്ട് കൊടുക്കുക. നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മെയിനായിട്ട് ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഇന്നത്തെ നന കഴിഞ്ഞു, ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി നനച്ചു കൊടുക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വെച്ച് നനച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഇത് ഡ്രൈ ആയി വരുന്ന സമയമാണ്. ഇനിയും ഇപ്പോൾ നനയ്ക്കാതിരുന്നാലുള്ള വേറൊരു പ്രശ്നം ഞാൻ സ്ഥിരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടുവരുന്നത്, നമ്മൾ ഡിസംബറിൽ നനയ്ക്കാതിരുന്നു. അപ്പോൾ ഈ ഇലകളൊക്കെ മഞ്ഞച്ച് പോകും. മഞ്ഞച്ച് താഴെ ചാടുന്ന ഒരു അവസ്ഥയിലേക്ക്. ഡിസംബറിൽ നമ്മൾ നനച്ചിട്ട് നമ്മൾ ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും ആ നനവൊന്ന് പതുക്കെ കുറയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ മാക്സിമം, ഒരു 1.5 ആഴ്ചയൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ പൂക്കാനുള്ള ടെൻഡൻസി കൂടി വരും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പൊട്ടാഷ് വളം ചെയ്തു തീർക്കണം. ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് SOP ചെയ്യാം. പിന്നെ കായൊക്കെ ആയതിനു ശേഷം നമുക്ക് SOPയും മൈക്രോ ന്യൂട്രിയൻസും ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചെയ്യുന്ന രീതി. ഇവിടെ ഞാൻ ചെയ്യുന്ന രീതി, പലരും പല മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.